നമ്മുടെ രാജ്യത്ത് സമീപകാലങ്ങളിലായി ഒട്ടേറെ സ്ഥലങ്ങൾ പേരുമാറ്റം ചെയ്യപ്പെട്ടു. ഇങ്ങനെ പേര് മാറ്റിയതിനു ശേഷം ആ സ്ഥലങ്ങളിൽ എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ ഉണ്ടായതായോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടായതായോ അറിവില്ല. വെറുമൊരു പേരുമാറ്റം മാത്രമാണ് എല്ലായിടത്തും നടന്നിട്ടുള്ളത്. ഇപ്പോൾ രാജസ്ഥാനിലെ ജുൻജുനു ജില്ലയിലെ ഇസ്ലാംപൂർ ഗ്രാമത്തിന്റെ പേര് മാറ്റുകയും പകരം അത് ശ്രീറാംപൂർ എന്നാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് BJP MLA. എന്നാൽ ഈ MLAക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ ഗ്രാമത്തിന്റെ പേര് മാറ്റരുത് എന്നാവശ്യപ്പെട്ട് ആ പ്രദേശത്തുള്ളവർ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകുകയും ചെയ്തു. ജുൻജുനുവിലെ BJP MLA ആയ രാജേന്ദ്ര ബാംബുവാണ് ഇസ്ലാംപൂരിന്റെ പേര് ശ്രീറാംപൂർ എന്ന് മാറ്റാൻ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. അതിൽ അഭിപ്രായം തേടി ജില്ലാ കളക്ടർക്ക് കത്ത് വന്നതോടെയാണ് പേരുമാറ്റത്തിനുള്ള നീക്കം ആളുകൾ അറിയുന്നത്. അതോടെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. എന്നാൽ ജനവികാരം ഉൾക്കൊണ്ടാണ് പേര് മാറ്റാൻ താൻ ആവശ്യപ്പെട്ടതെന്നാണ് രാജേന്ദ്ര ബാംബു MLA പറയുന്നത്. ഇസ്ലാംപൂർ എന്ന പേര് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ളതാണെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ അത് ശ്രീറാംപൂർ എന്ന് മാറ്റുകയാണ് അനുയോജ്യമെന്നും MLA പറയുന്നു. എത്രയും വേഗം ഈ പേരുമാറ്റം നടപ്പാക്കണമെന്നാണ് തന്റെ ആവശ്യമെന്നും രാജേന്ദ്ര ബാംബു പറയുന്നു. എന്നാൽ ഇസ്ലാംപൂരിൽ നിന്നുള്ള ഒരു കൂട്ടം ഗ്രാമീണർ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജുൻജുനു കളക്ടറേറ്റിലെത്തി ഗ്രാമത്തിന്റെ പേര് മാറ്റരുത് എന്ന് കളക്ടറോട് അഭ്യർത്ഥിച്ചു. BJP MLAക്കെതിരായി അവർ അവിടെ മുദ്രാവാക്യങ്ങളും ഉയർത്തി. 1451 നവാബ് ഇസ്ലാം ഖാനാണ് ഈ ഗ്രാമം സ്ഥാപിച്ചത്. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് പേര് മാറ്റണമെന്ന ഒരു ആവശ്യവുമില്ല. ഈ വിഷയത്തെ വർഗീയപരമാക്കി മാറ്റാനും അനുവദിക്കില്ല. പേര് മാറ്റരുതെന്ന് സർക്കാരിനോട് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണെന്നും ഇസ്ലാംപൂരിലെ മുൻ ഗ്രാമ മുഖ്യനായ അമീൻ മനിയർ പറയുന്നു. ഗ്രാമവാസികളുടെയോ പഞ്ചായത്തിന്റെയോ അനുമതി കൂടാതെ പേരുമാറ്റാനുള്ള നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ആ ഗ്രാമത്തിലുള്ളവർക്ക് കുടിവെള്ളമുണ്ടോ അല്ലെങ്കിൽ വൈദ്യുതി ഉണ്ടോ, അവിടെ സ്കൂളുണ്ടോ, ആവശ്യത്തിന് ഹോസ്പിറ്റൽ ഉണ്ടോ എന്നെല്ലാം ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും അതിന്റെ ഉത്തരം. ഗ്രാമത്തിന്റെ പേര് മാറ്റലാണ് ഭരണപക്ഷത്തെ MLAക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇവിടെ പെട്രോളിനും ഡീസലിനും ഗ്യാസിനും ഒക്കെ വില കൂടിയിട്ടും ഒരു കുഴപ്പവുമില്ല. അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ രാജ്യത്തിന്റെ ശത്രുക്കൾ എന്ന് വിളിക്കാനും ഇവർക്ക് മടിയില്ല. ഇസ്ലാംപൂർ മാറ്റി ശ്രീറാംപൂർ ആക്കിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന ചിന്തയാണ് ഇവർക്കുള്ളത്. രാജഭരണകാലത്ത് ഏകാധിപതികളുടെ ഇഷ്ടത്തിനൊത്ത് പേരുകൾ മാറ്റിയിരുന്നു. എന്നാൽ ജനാധിപത്യ കാലത്ത് മുൻകാലങ്ങളിലെ ഓർമ്മകളെ മായ്ച്ചു കളയാൻ അനുവദിക്കാതെ അതേപോലെ തുടരുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സ്ഥലം, അവാർഡ്, സ്റ്റേഡിയം, റോഡ് എന്നിവയുടെ പേരുകൾ മാറ്റുന്നത് സ്ഥിരം പരിപാടിയായി. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മുന്നിലൂടെയുള്ള റോഡിന്റെ പേര് റേസ് കോഴ്സ് റോഡ് എന്നതിൽ നിന്നും ലോക് കല്യാൺ മാർഗ് എന്നാക്കി. സിക്കിമിലെ ജവഹർലാൽ നെഹ്റു റോഡ് ഇപ്പോൾ നരേന്ദ്രമോദി മാർഗായി മാറി. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. മൊട്ടേരയിലെ സ്റ്റേഡിയത്തിന്റെ ആദ്യത്തെ പേര് ഗുജറാത്ത് സ്റ്റേഡിയം എന്നായിരുന്നു. പിന്നീട് അത് പുതുക്കി പണിതപ്പോൾ സർദാർ പട്ടേൽ സ്റ്റേഡിയമായി. അതിനുശേഷമാണ് സ്റ്റേഡിയത്തിന് നരേന്ദ്രമോദിയുടെ പേര് നൽകിയത്. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമായ അലഹബാദിനെ പ്രയാഗ്രാജ് ആക്കി മാറ്റിയത് യോഗി സർക്കാരാണ്. നേരത്തെ UPയിലെ തന്നെ ഫൈസാബാദ് ജില്ലയുടെ പേര് അയോധ്യ എന്നാക്കി മാറ്റി.